വെൽക്കം വ്യൂവേഴ്സ്. ഇന്ന് 12-ാം തീയതി മെയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലക്കും കൂടി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ സക്സസ്ഫുൾ പീപ്പിളിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ സംഹൗ ലക്കി ആയിരുന്നു. കുറച്ച് നിങ്ങളെ വലിയ വലിയ ബിസിനസ്സുകാരെയും അല്ലെങ്കിൽ സക്സസ്ഫുൾ പീപ്പിൾ എടുക്കുന്ന അവരുടെ സ്റ്റോറി വായിക്കുകയാണെങ്കിൽ ദേ വർ ഓൾ ലക്കി പീപ്പിൾ. ലക്ക് ഓൾസോ ഫേവർ ദം. ഫെയിലിയർ എന്ന് വെച്ചാൽ വളരെ ഹാർഡാണ്. സക്സസ് എന്ന് വെച്ചാൽ എന്താണ് സക്സസ് നോക്കുന്ന ഓൾ സക്സസ്ഫുൾ പീപ്പിൾ ആർ ലോട്ടറി വിന്നേഴ്സ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ലോട്ടറി വിൻ ചെയ്യാനുള്ള ചാൻസ് അവർക്ക് എപ്പോൾ ഉണ്ട്, അത് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ അവരപ്പോൾ പറയും നമ്മളൊരിക്കലും ഈ ലക്ക് നമ്മൾ എക്നോളജി ചെയ്യില്ല. അവർ എക്നോളജി ചെയ്യേണ്ട. അവർ പറയും സക്സസ് ഈസ് ഓൾ അബൌട്ട് ഹാർഡ് വർക്ക്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് സക്സസ് ഉണ്ടായെന്ന് പറയും. പക്ഷെ അത് അങ്ങനെയാണോ സക്സസ് ഉണ്ടാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. ലക്ക് എന്ന് വെച്ചാൽ ലക്ക് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ മെൻഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ സെൽഫ് മെയ്ഡ് മാൻ. എല്ലാ സെൽഫ് മെയ്ഡ് മാനിലും ഒരു ലക്ക് വളരെ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. കാരണം ഈ ജെ.കെ. റോളിങ്സ് നിങ്ങൾക്കറിയായിരിക്കും, ഹാരി പോട്ടർ നോവൽ എഴുതിയ പെണ്ണുങ്ങൾ. അവർ ഈ കഥ എഴുതിയ സമയത്ത് ഒരു പബ്ലിഷേഴ്സും അത് പബ്ലിഷ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. എല്ലാവരും 8-9 പബ്ലിഷേഴ്സിന് എടുത്ത് ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും റിജക്റ്റ് ചെയ്തിരുന്നു. അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു റെക്കഗ്നൈസേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ പിന്നെ അവരെ ലക്ക് എങ്ങനെ ഫേവർ ചെയ്തുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, എങ്ങനെയാണ് ഹാരി പോട്ടർ ഇത്ര വലിയ ഫേമസ് ആയെന്ന്. അതുപോലെ നിങ്ങൾ സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞൊരു സിനിമയെ കുറിച്ചിട്ട് അറിയായിരിക്കും. അത് ആദ്യം സ്റ്റാർ വാർസ് ഉണ്ടാക്കിയത് ജോർജ് ലൂക്കാസ് എന്ന് തോന്നുന്നു. അയാൾ ഇത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയ സമയത്തും യൂണിവേഴ്സൽ ആർട്ടിസ്റ്റിലേക്ക് പോയ സമയത്തൊക്കെ ഈ പിക്ചർ അവർ റിലീസിന് എടുത്തിട്ടേ ഇല്ല. അവസാനം 20th സെഞ്ച്വറി ഫോക്സ് ആണ് എടുത്തത്. പക്ഷേ അവരെന്താ എടുക്കുമെന്ന് പറഞ്ഞാൽ ഈ പിക്ചർ സക്സസ്ഫുൾ ആവില്ല. അതുകൊണ്ട് ജോർജ് ലൂക്കാസിന് ഹാർഡ്ലി ദേ പെയ്ഡ് $200,000 കൊടുത്തിരുന്നു. പക്ഷേ ആ പിക്ചർ ഓൾമോസ്റ്റ് ഏകദേശം 500 million മുകളിൽ കളക്ട് ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഇന്നത്തെ നിഫ്റ്റിനെ കുറിച്ചാണ്. കാരണം നമ്മൾ ഒരിക്കലും വെള്ളിയാഴ്ച ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വാർ ഒരു സെറ്റിൽമെന്റിലെത്തും, ഡൊണാൾഡ് ട്രംപ് ഇടപെടും, അതിനുശേഷം ഈ വാർ സീസ് ഫയർ ഉണ്ടാവും എന്നുള്ള ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വെള്ളിയാഴ്ച ചെയ്തിട്ടുണ്ടാവും, പുട്ട് ഓപ്ഷൻ നല്ലോണം വാങ്ങിച്ചിട്ടുണ്ടാവും നിഫ്റ്റിൻ്റെ ഒക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർ വിചാരിച്ചു തിങ്കളാഴ്ച മാർക്കറ്റ് ഇടയിൽ ക്രാഷ് ചെയ്യുന്ന സമയത്ത് അയക്കാൻ എൻകാഷ് ഇരുന്നു. പക്ഷെ മാർക്കറ്റ് അങ്ങനെയല്ല പോയത്. അവർക്ക് അവനെ വളരെ ഹ്യൂജ് ലോസ് എന്ന് ബുക്ക് ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് മിക്കവാറും ട്രേഡേഴ്സ് കുറേ ലോസ് ബുക്ക് ചെയ്യാനാണ് സാധ്യത. കാരണം ഇവർ വിചാരിക്കുന്നത്, എല്ലാവരും വിചാരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് എത്ര കയറി അതുകൊണ്ട് എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഓക്കെ ദേ ക്യാൻ മേക്ക് സം മണി. പക്ഷേ വെള്ളിയാഴ്ച പൊസിഷൻ എടുത്ത കൂട്ടർക്ക് ഇഫ് മേഡ് ബൈ പൊസിഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വെള്ളിയാഴ്ച നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇന്ന് മാർക്കറ്റ് നല്ലോണം മൂവ് ചെയ്യുന്നു. ഈവൺ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും 9% മൂവ് ചെയ്യുന്ന പറയും. അതുപോലെ ഇന്നത്തെ റാലിൻ്റെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് പ്രധാനമായിട്ട് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു ട്രേഡ് അഗ്രിമെൻറ്റിൽ വരാൻ പോകുന്നത് കേൾക്കുന്നു. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവർ 3 മാസം 90 days ടൈം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവർ ഒരു ടാരിഫിൽ ഒരു അഗ്രിമെൻറ്റ് ആവുന്ന പറയുന്നത്. കാരണം ചൈന ആൻഡ് അമേരിക്ക ബോത്ത് ആർ ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. നമ്മളെ ഇന്ത്യനെ പോലെ അല്ല, അവർ ദേ വാണ്ട് ബിസിനസ്. സോ ഈ ട്രംപ് ഈസ് ഓൾസോ എ ബിസിനസ് മാൻ. സോ അയാളപ്പം പറയുന്നൊരു കാര്യം ഈസ് എ ഡീൽ മേക്കർ. രണ്ടാമതൊരു കാര്യം വെച്ചാൽ യുക്രൈനും റഷ്യയായിട്ടുള്ള വാർ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ നടന്നു കഴിഞ്ഞു. പിന്നെ US മാർക്കറ്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നു. US മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇന്ന് 1000 പോയിന്റോളം ഈ ന്യൂസ് കൊണ്ട് കയറും. ഇതെല്ലാം മാർക്കറ്റിന് വളരെ ഫേവറബിൾ ആയിട്ട് ഇന്ന് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റ് കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ നിഫ്റ്റി 25,000 പോയത്. ഞാൻ വെച്ച് 24,800 സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആളത് പിന്നെ ലാസ്റ്റിൽ 200 പോയിന്റ് കയറിയത്. അപ്പോൾ ഇന്നിപ്പം ബൈ ചെയ്ത കൂട്ടർ എല്ലാ FISും TSും ഹ്യൂജ് ബൈ ചെയ്തിട്ടില്ല. അതിപ്പോൾ നാളെ ഇപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 25,200 ഒരു റാലി ഉണ്ടാവും നാളെ രാവിലെ എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ ഫാർമ സ്റ്റോക്സിനെ കുറിച്ചാണ്. ഫാർമ സ്റ്റോക്സിനെ കുറിച്ച് ട്രംപ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അമേരിക്കൻ ഡ്രഗ്സിൻ്റെ ഒക്കെ വില ഏകദേശം 60% ജനറിക് ഡ്രഗ്സിന് കുറക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറക്കാനുള്ള പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യ അമേരിക്കയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ് ഇന്ത്യ. മെയിൻലി സൺഫാർമ, ഡിവിസ് ഇതുപോലുള്ള കുറേ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് ഫാർമ സ്റ്റോക്സിനെ കുറച്ച്
മോശമായിട്ട് ഇന്ന് ബാധിക്കും അത്. പക്ഷെ എന്നാലും ഈ ഇന്ത്യൻ ഫാർമേൻ്റെ ലെവൽ പ്ലേയിങ് ഫീൽഡ് അമേരിക്കൻ ഡ്രഗ് കമ്പനീസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അവർ എത്ര കുറച്ചാലും നമ്മുടെ ഇന്ത്യക്കാരെ കോസ്റ്റിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ ഇവിടെയുള്ള സെല്ലിംഗ് സ്ട്രാറ്റജി തന്നെ അവൻ 10 റുപ്യക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ 5 റുപ്യക്ക് വിൽക്കുന്നുള്ളൊരു ലൈനിലാണല്ലോ നമ്മളെ ഡ്രഗ് കമ്പനീസിൻ്റെ ഒരു സ്ട്രാറ്റജി. ഏത് ഡ്രഗ് കമ്പനി എടുത്താലും നിങ്ങൾ നോക്കുക, അവർക്ക് ആകെ USP എന്ന് വെച്ചാൽ അവരുടെ പ്രൈസ് മാത്രമേ ഉള്ളൂ. അവരെ ക്യാപ്സ്യൂൾ 5 റുപ്യാണെങ്കിൽ ഞങ്ങൾ വിൽ സെൽ അറ്റ് 3 റുപ്പീസ്. ഇങ്ങനെയാണ് ഇവിടെ വെക്കുന്നത്. സോ അതുകൊണ്ട് ഇന്ത്യൻ കമ്പനിക്ക് ഓൾവേസ് അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇന്നത്തെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിലൊക്കെ ആയ സ്ഥിതിക്ക് ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഒന്നും കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം കാണുന്ന 2553 റുപ്യ ഗോൾഡ് പ്രൈസ് കുറഞ്ഞിട്ട് ഇപ്പം 93,965 റുപ്യ 10 ഗ്രാമിന് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഡിഫൻസ് സ്റ്റോക്സ് ലൈക്ക് ഐഡിയ ഫോർജ്, സെൻ ടെക്നോളജീസ്, ഡ്രോണാചാര്യ, ഏരിയൽ ഇന്നോവേഷൻസ്, ഡാറ്റ പാറ്റേൺസ്, ഇതൊക്കെ ഇന്ന് നന്നായിട്ട് ചെയ്ത സ്റ്റോക്കുകളാണ്. പിന്നെ ഈ വലിയ ഈ 52 വീക്ക് ഹൈയിൽ പോയത് ICICI ബാങ്ക് നല്ലൊരു മൂവ് ചെയ്തത്. ഇന്നലെ ഏകദേശം വെള്ളിയാഴ്ച ഏകദേശം 13,400 താഴത്ത് വന്ന സ്റ്റോക്കായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം ഓൾ ടൈം ഹൈയിൽ അത് പോയി കഴിഞ്ഞു. നാളെ ഇപ്പം എങ്ങനെ പോകുന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ അത് ഞാൻ കാണുന്ന ICICIക്ക് ഒരു ഫ്യൂച്ചർ പ്രൈസിൽ പറയാൻ വെച്ചാൽ ഒരു 1460 വരെ പോകാനുള്ള സ്കോപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ആസ്റ്റർ DM ഞാൻ പറഞ്ഞു, ഇതൊരു ബൈ സ്റ്റോക്കിന് ആസ്റ്റർ DM ഒരു ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. കറക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കൊറമണ്ടൽ ഇന്റർനാഷണലും അത് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് വെച്ചാൽ 2424, അതും ഒരു സ്ട്രോങ് സ്റ്റോക്കാണ് കൊറമണ്ടൽ. അതിനിപ്പോൾ വരാവുന്ന ദിവസങ്ങൾ എന്നാൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ യു ക്യാൻ ബൈ ദി സ്റ്റോക്കിനോ ഇഫ് ദർ ഇസ് എ കറക്ഷൻ. APL അപ്പോളോ ട്യൂബ്സ്, അത് 1712 APL അപ്പോളോ ട്യൂബ്സ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഇന്ന് വളരെ ഹൈലി ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. പക്ഷേ ഇതൊക്കെ കറക്ഷനിൽ കിട്ടിയാൽ വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മറ്റുള്ള സ്റ്റോക്കുകൾ ഇത് 52 വീക്ക് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. സോ ഈ സ്റ്റോക്കുകൾ നാളെ ഇന്നിപ്പോൾ നല്ല മൂവ് ചെയ്ത IT സ്റ്റോക്സ് ആണ്. ഇൻഫി ഒക്കെ വലിയൊരു മൂവ് ചെയ്ത് 100-130 റുപ്യ. ഇന്നലെ 1500 റുപ്യ ഇൻഫി ഏകദേശം 1630 വരെ ഫ്യൂച്ചർ പ്രൈസ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിക്ക് ഇനി മൂവ് അപ്പ് സൈഡിലുണ്ട്. മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറേ ഉണ്ട്. 2000 റുപ്യ പോയ സ്റ്റോ അതിൻ്റെ 2000 റുപ്യ മുകളിൽ വരെ പോവാം. പക്ഷേ നാളെ ഇപ്പോൾ ഇൻഫി കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ IT സ്റ്റോക്സ് നന്നായി മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാങ്കിങ് സ്റ്റോക്സ് എന്നെല്ലാം നന്നായി മൂവ് ചെയ്തിട്ടുണ്ട്. So anyway, thank you for viewing my channel. This is not a financial advice. We'll see tomorrow how the market is moving. Have a nice day.